ജീവിതം ആഘോഷമാക്കിയ ഒരു സൂപ്പർ താരത്തിൻ്റെ കഥയാണ് പറയുന്നത്. 80കളിൽ മലയാള സിനിമയിൽ കടന്നു വന്ന സൂപ്പർ താരം, നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസിൻ്റെ കഥ. ഷാനവാസ് ഒരു കാലത്ത് താരം തന്നെയായിരുന്നു, യുവാക്കളുടെ ഹരമായിരുന്നു. ഷാനവാസിൻ്റെ സംഘടന രംഗങ്ങളും നൃത്തവുമൊക്കെ യുവാക്കളെ ആകർഷിച്ച ഒരു കാലമുണ്ടായിരുന്നു മലയാള സിനിമയിൽ. അത് മലയാള സിനിമയുടെ സുവർണ കാലം കൂടിയായിരുന്നു. മലയാള സിനിമയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് 80കളാണ്. പുതിയ താരങ്ങൾ കടന്നു വന്ന കാലം. പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസും ശങ്കറും മമ്മൂട്ടിയും രതീഷും മോഹൻലാലും ഒക്കെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു സുന്ദര സുരഭില കാലം. പ്രേം നസീർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഷാനവാസിനെ വളർത്തിയത്. മകനെ സിനിമാ നടനാക്കാൻ വേണ്ടി അദ്ദേഹം ആയോധന കല അഭ്യസിപ്പിച്ചു. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് ഷാനവാസ്. കുതിരസവാരി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. നൃത്തം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇതൊക്കെ പഠിച്ച മകനെ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെ പ്രേം നസീർ നായകനാക്കി. പ്രേമഗീതങ്ങൾ വലിയ ഹിറ്റായി മാറി. ഷാനവാസ് പ്രേം നസീറിൻ്റെ സുവർണകാലത്ത് മദ്രാസിൽ അടിച്ചു പൊളിച്ച് നടന്ന യുവാവായിരുന്നു. ഷാനവാസും ശിവാജി ഗണേശൻ്റെ മകൻ പ്രഭുവും മുത്തുരാമൻ്റെ മകൻ കാർത്തിക്കും ചെന്നൈയിലെ സൗഹൃദത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. മൂവരും ചേർന്ന് നിശാ ക്ലബ്ബുകളിലൊക്കെ അടിച്ചു പൊളിച്ച് നടന്നു. മൂവരും താരങ്ങളായി മാറി. പ്രഭുവും കാർത്തിക്കും വലിയ താരങ്ങളായി മാറിയപ്പോൾ ഷാനവാസിന് ഒരു വലിയ താരപദവി സ്വന്തമാക്കി നിലനിർത്താൻ ആയില്ല. ഷാനവാസിൻ്റെ ആദ്യ ചിത്രം പ്രേമഗീതങ്ങൾ വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം അഭിനയിച്ചത് ആശ എന്ന ചിത്രത്തിലാണ്. റാണി പത്മിനിയായിരുന്നു ഈ ചിത്രത്തിലെ നായിക. ആശയും ശ്രദ്ധ നേടിയ ചിത്രമാണ്. പിന്നീട് കോരിത്തരിച്ച നാൾ എന്ന ചിത്രം, സൂപ്പർ സ്റ്റാർ അന്നത്തെ സൂപ്പർ സ്റ്റാർ സോമനോടൊത്ത് ഷാനവാസ് അഭിനയിച്ച ചിത്രം. കോരിത്തരിച്ച നാൾ വലിയ ഹിറ്റായി മാറി. പിന്നീട് മൈലാഞ്ചി, ഗാനം തുടങ്ങിയ ചിത്രങ്ങൾ. പ്രേം നസീർ തൻ്റെ സിനിമകളിലൂടെ ഷാനവാസിനെ കൈപിടിച്ചുയർത്താൻ നന്നായി ശ്രമിച്ചു. ഇവൻ ഒരു സിംഹം, ആധിപത്യം, ജസ്റ്റിസ് രാജ, പ്രതിജ്ഞ, പ്രശ്നം ഗുരുതരം എന്നീ ചിത്രങ്ങളിൽ അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിച്ചു. ഈ ചിത്രങ്ങളൊക്കെ അക്കാലത്തെ കമേഴ്ഷ്യൽ ഹിറ്റായി മാറി. ഷാനവാസിൻ്റെ ആക്ഷൻ പാടവം നന്നായി വിനിയോഗിച്ച ചിത്രമാണ് ജോഷി സംവിധാനം ചെയ്ത ഹിമം. അതിൽ ഷാനവാസ് നെഞ്ചക്ക് കറക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം അന്നത്തെ യുവാക്കളെ ഏറെ ആകർഷിച്ചു. ഷാനവാസ് ഒരു തരംഗമായി മാറി 80കളിൽ. ഷാനവാസും ശങ്കറും മമ്മൂട്ടിയും രവീന്ദ്രനും രതീഷുമൊക്കെ പൊന്നിൻ വിലയുള്ള താരങ്ങളായി മാറി. ഷാനവാസിൻ്റെ തകർച്ച തുടങ്ങുന്നത് പ്രേം നസീർ ഔട്ടാവുന്നതോട് കൂടിയാണ്. നിത്യഹരിത നായകനായ പ്രേം നസീർ സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം പരാജയമായി മാറി. രാഷ്ട്രീയത്തിലിറങ്ങിയ അദ്ദേഹത്തിന് സിനിമയിലും നിലനിൽക്കാൻ പിന്നീട് കഴിഞ്ഞില്ല. അപ്പോഴേക്കും മമ്മൂട്ടിയും മോഹൻലാലും വലിയ താരങ്ങളായി മാറിയിരുന്നു. ഇതോടുകൂടി പ്രേം നസീറിൻ്റെ സുവർണകാലം കഴിഞ്ഞതോടുകൂടി ഷാനവാസിൻ്റെ ശനിദശയും ആരംഭിച്ചു. അച്ഛൻ്റെ പരിലാളനയിൽ വളർന്നു വന്ന ഷാനവാസിന് സ്വന്തമായി നിർമ്മാതാക്കളെയോ സംവിധായകരെയോ ഒന്നും കണ്ടെത്താനോ അവരെ പിടിച്ചു നിർത്താനോ ഒന്നും കഴിഞ്ഞില്ല. പ്രേം നസീർ വിലസി നിന്നപ്പോൾ ഷാനവാസിനും വലിയ ഒരു താരപദവി ഉണ്ടായിരുന്നു. നല്ല പ്രതിഫലം ഷാനവാസ് വാങ്ങിയിരുന്നു. പക്ഷേ
പ്രേം നസീർ ഔട്ടായപ്പോൾ ഷാനവാസിനെയും ആരും തിരിഞ്ഞു നോക്കിയില്ല. കുറേ കാലത്തെ മൗനത്തിന് ശേഷം ചിത്രം എന്ന ചിത്രത്തിൽ വില്ലനായി, ആൻറ്റി ഹീറോ ആയി ഷാനവാസ് എത്തി. എന്നാലും അദ്ദേഹത്തിന് തുടർച്ചയായി സിനിമകൾ ലഭിച്ചില്ല. നീലഗിരി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു എന്ന് മാത്രം. ശ്രദ്ധേയമായ ഒരു വേഷം അദ്ദേഹത്തിന് ലഭിച്ചില്ല. സീരിയലുകളിൽ അഭിനയിക്കേണ്ട ഗതികേടുണ്ടായി നിത്യഹരിത നായകൻ്റെ മകന്. അങ്ങനെ ഷാനവാസ് ഒരു ദുരന്ത നായകനായി മാറി. ഷാനവാസ് മലേഷ്യയിലെ ഒരു വലിയ കമ്പനിയിൽ ജോലി തേടി. അവിടെ ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കരിയർ, സിനിമാ കരിയർ അവസാനിപ്പിച്ചു. പിന്നീട് ഷാനവാസിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അദ്ദേഹം വൃക്കരോഗബാധിതനായി എന്നായിരുന്നു. ഡയബറ്റിസ് ഉണ്ടെന്നും അത് ശ്രദ്ധിക്കാതെ കൊണ്ട് നടന്ന് അത് വൃക്കയെ ബാധിച്ചെന്നും ഒക്കെ കേട്ടു. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്ന് ഒക്കെ കേട്ടു. തിരുവനന്തപുരത്താണ് ഷാനവാസ് താമസിക്കുന്നത് എന്നും അറിഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കാണാനോ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്താനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. സിനിമാ മംഗളത്തിൽ മറന്നുപോ എന്ന ഒരു പംക്തി ഞാൻ ചെയ്തിരുന്നു. ആ പംക്തിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഷാനവാസിനെ ഞാൻ വിളിച്ചു. അന്ന് അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അദ്ദേഹം എന്നോട് കുറേ സംസാരിച്ചു. ഷാനവാസ് സിനിമയിലേക്ക് എത്താനുള്ള കാരണവും സിനിമയിൽ എത്തിയ ശേഷം അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചകളും ഒക്കെ അദ്ദേഹം സംസാരിച്ചു, മനസ്സ് തുറന്ന്. ആ മറന്നുപോ എന്ന പംക്തി വലിയ ഒരു വായനക്കാരെ നേടിയ ഒരു പംക്തിയായിരുന്നു. അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. ഷാനവാസുമായുള്ള ബന്ധം തുടരാൻ ദൗർഭാഗ്യവശാൽ എനിക്ക് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം കോസ്മോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നൊക്കെ അറിഞ്ഞു. പലവിധ വാർത്തകൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച്. എന്തായാലും ഷാനവാസ് ഇപ്പോൾ സുഖമായിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഷാനവാസിന് താരപദവി വെട്ടിപ്പിടിക്കാമായിരുന്നു. താരപദവി വെട്ടിപ്പിടിക്കാനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നടനെന്ന നിലയിലും ഒക്കെ, നടനെന്ന നിലയിൽ മാത്രമല്ല, നല്ലൊരു കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹത്തിന് നല്ല കഴിവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് വിനിയോഗിക്കാൻ, അല്ലെങ്കിൽ ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ അക്കാലത്തെ സംവിധായകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ്. പ്രേം നസീറിൻ്റെ നിഴലിലാണ് ഷാനവാസ് സിനിമാഭിനയം തുടങ്ങിയത്. ആ നിഴൽ വിട്ട് സ്വന്തമായി ഒരു ഇരിപ്പിടം കണ്ടെത്താൻ എന്തുകൊണ്ടോ ഷാനവാസിന് കഴിഞ്ഞില്ല. ഷാനവാസ് മലയാള സിനിമയിലെ ഒരു ദുരന്ത നായകനായി മാറുന്നത് ഇവിടെയാണ്. ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകേണ്ട താരം, ഒരുപാട് ദൂരങ്ങൾ സ്വന്തമാക്കേണ്ട താരം. പക്ഷേ അച്ഛൻ്റെ നിഴലിൽ നിന്നതുകൊണ്ട്, അച്ഛൻ്റെ ആശ്രയത്തിൽ നിന്നതുകൊണ്ട് സ്വന്തമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ ഷാനവാസിന് കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയ പരാജയം. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാലത്തെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും 80കളിലൂടെ യുവത്വം ആഘോഷിച്ചവർ ഇപ്പോൾ വൃദ്ധരാണ്. പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ഷാനവാസ് ഉണ്ടാകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ സ്റ്റോറി സിനിമാ കേരള പുറത്തുവിടുന്നു. ജാതിപ്പൂക്കൾ എന്ന തമിഴ് ചിത്രത്തിലും ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട്. നളിനിയായിരുന്നു ആ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നായിക. തമിഴിൽ ശക്തമായൊരു ഇരിപ്പിടം നേടാൻ വേണ്ടിയാണ് ജാതിപ്പൂക്കളിൽ അദ്ദേഹം അഭിനയിച്ചതെങ്കിലും ആ ചിത്രം പരാജയപ്പെട്ടത് തമിഴിലും ഷാനവാസിന് തിരിച്ചടിയായി മാറി.